പുണ്യനബി ഒരിക്കൽ പറഞ്ഞു, ഒരു കപ്പലിന്റെ കഥ. ഒരു കപ്പൽ യാത്ര പുറപ്പെട്ടു. കപ്പലിൽ പല തട്ടുകളുണ്ട്. ഓരോ തട്ടിലും യാത്രക്കാര് കയറിയിരുന്നു. കപ്പൽ മെല്ലെ മുന്നോട്ട് നീങ്ങി. ഇതിങ്ങനെ പറയുന്നത് കേട്ടാൽ കടലും കപ്പലും ഒരുപാട് കണ്ട് കയറി. അതിൽ പിന്നെ പറയുന്നുണ്ട് യാത്രക്കാർ അവർക്ക് വെള്ളം സൂക്ഷിച്ചത് മോൾ തട്ടിലാണ്. പരിശുദ്ധ റസൂൽ പറയാൻ, താഴെയുള്ളവർക്ക് വെള്ളമെടുക്കാൻ മുകളിലേക്ക് പോകേണ്ടി വന്നു. അത് മേൽത്തട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടായി തോന്നി. അപ്പോ ഫസ്റ്റ് ക്ലാസ് യാത്ര ഏകദേശം മേൽത്തട്ടിലാണ് എന്ന് സൂചന തന്നുകൊണ്ടാണ് പരിശുദ്ധ നബി സംസാരിക്കുന്നത്. അങ്ങനെയാണ് കപ്പലിന്റെ അടിയിൽ സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും ഒക്കെയാണ്. കടലും കണ്ടിട്ടില്ല, കപ്പലും കണ്ടിട്ടില്ല. നമുക്കതിൽ അത്ഭുതമില്ല, അതിലപ്പുറമുള്ള മൊഴിസത്തൊക്കെ ഉണ്ട്, നമുക്കത് അത്ഭുതം. പക്ഷേ ചരിത്രത്തിന്റെ കണ്ണിൽ ഇതൊക്കെ അത്ഭുതമാണ്. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇവര് ഈ വെള്ളം എടുത്ത് കൊണ്ടുവന്നതിനെ തടഞ്ഞു. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി വരരുത് എന്ന രീതി. കാരണം മുകളിൽ വെള്ളം സൂക്ഷിച്ചു, താഴെ തട്ടിലുള്ള ഒരു സാധുക്കൾ സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അതിനെങ്ങനെങ്കിലും വ്യാഖ്യാനിച്ചോ. സമൂഹത്തിലെ അധസ്ഥിതരെന്നോ കീഴ്ജാതിക്കാരെന്നോ കാശുപണം ഇല്ലാത്തവരെന്നോ ദരിദ്രരെന്നോ കറുത്തവരെന്നോ അവഗണിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഇന്നത്തെ ഭാഷയിൽ അരികുവൽക്കരിക്കപ്പെട്ടവർ, എങ്ങനെ പറഞ്ഞാലും വേണ്ടില്ല. അതൊരു പുതിയ വാക്കാണ് മലയാളത്തിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. മുമ്പ് പാർശ്വവൽക്കരുത് എന്നേ പറയുള്ളൂ. മുകൾത്തട്ടിലുള്ളവർക്ക് തടസ്സമായി കാണണം. കാരണം വെള്ളം ഇങ്ങനെ താഴത്ത് കൊണ്ടുപോയി ചിലപ്പോൾ ഓടുന്ന കപ്പലാണ്. ഇത് ഇളകുമ്പോൾ ഇരിക്കണം വലിയ വലിയ മാന്യന്മാരെ മേലേക്ക് ഇത്തിരി വെള്ളമൊക്കെ തെറിച്ചൊക്കെ കാണണം. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. പുണ്യ റസൂൽ അത്ര ഒന്നും പറയുന്നില്ല, പറയേണ്ട കാര്യമില്ല. എത്ര പറഞ്ഞാൽ തന്നെ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അവര് താഴെത്തട്ടിലുള്ളവരോട് പറഞ്ഞു, ഇനി വെള്ളം എടുക്കാൻ അങ്ങോട്ട് വരരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ താഴെത്തട്ടിലുള്ളവർ പറഞ്ഞു, ഞങ്ങളും അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഉപായം കണ്ടെത്തി, കപ്പലിനൊരു ദ്വാരം ഉണ്ടാക്കാൻ. ഞങ്ങൾക്ക് എന്തായാലും വെള്ളം വേണം. നിങ്ങളെ അടുത്താണ് കുടിവെള്ളം സൂക്ഷിച്ചിട്ടുള്ളത്. നിങ്ങളത് ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങൾ കടൽ വെള്ളമെങ്കിലും എടുത്തിട്ട് അതിന് എന്തെങ്കിലും ചെയ്യാലോ, ജീവൻ നിലനിർത്തണ്ടേ. അവിടെ വെച്ച് സംഭവം വിവരണം നിർത്തിയിട്ട് പരിശുദ്ധ നബി പറയണം, അത്രേ പറയണുള്ളൂ, അപ്പുറം പറഞ്ഞത് പറയണം. ആളുകളൊന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ, മുകൾ തട്ടിലുള്ളവരും താഴെ തട്ടിലുള്ളവരും ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഒരു കൂട്ടര് വെള്ളം മുടക്കുമ്പോൾ മറ്റൊരു കൂട്ടര് വേറെ വഴി കാണും. ആ വഴി ആകെ കൂടി നിന്റെ നാശത്തിലേക്ക് പോകുന്നുള്ള എത്ര വലിയ സൂചനയാണ് പരിശുദ്ധ റസൂൽ മുസ്തഫ. ഇന്നത്തെ ലോകഘടന അത് വെച്ച് നമ്മൾ വായിക്കുക. രാഷ്ട്രീയത്തെ അങ്ങനെ വായിക്കുക. ഇന്നത്തെ സാമൂഹിക സംവിധാനത്തെ അങ്ങനെ വായിക്കുക. ഇന്ന് ലോകത്തെ രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷത്തെ അങ്ങനെ വായിക്കുക. സംസ്കാരങ്ങൾക്കിടയിലുള്ള സംഘട്ടനം എന്ന് പറയുന്ന തിയറിയെ, ക്ലാഷ് എമംഗ് സിവിലൈസേഷൻസ്, ഇന്നത്തെ ലോക സമൂഹത്തിലേക്ക് ചൂണ്ടുവലകയാണ്.